ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് മൊത്തം അൺബോക്സ് ചെയ്യുന്നതാണ്. ഈ വ്ളോഗിൽ ഞാൻ നൈക്കയിൽ പർച്ചേസ് ചെയ്ത കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും ഹെൽത്ത് കെയർ പ്രോഡക്ട്സും ആണ്. അപ്പൊ ഇതൊക്കെ എന്താ എന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടി കൊളാജൻ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്യൂട്ടി കൊളാജൻ ട്രൈ ചെയ്യുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിയും കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഐശ്വര്യ എന്നാണ് ആളുടെ പേര്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. വെൽബീങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ കൊളാജൻ ആണ് ഇത്. ഇത് ആക്ച്വലി നമുക്ക് ആന്റി ഏജിങ് നെയിൽസ്, പിന്നെ അതേപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത്, സ്കിന്നിന് ഇതിനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടി കൊളാജൻ ആണ്. ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. ഇതിന് അറൌണ്ട് ഒരു 2000+ ആണ് പ്രൈസ് വരുന്നത്. പക്ഷെ എനിക്ക് നൈക്കയിൽ ഓഫർ ഉള്ളത് കൊണ്ട് എനിക്കൊരു 2000 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. ഡെയിലി ഒരു സ്പൂണ് നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. രാത്രിയാണ് ഞാൻ ഈ കൊളാജൻ എടുക്കുന്നത്. ഇതിപ്പോ ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്കേ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ ഫ്ലേവറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഒരു എന്താ പറയാ, നമ്മള് ടാങ്ക് ഒക്കെ ഇല്ലേ, നമ്മുടെ ഓറഞ്ച് മാംഗോ ഫ്ലേവർ വരുന്ന ഒരു ടാങ്ക് ഒക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ആണ് ഇത് വരുന്നത്. അപ്പൊ എനിക്ക് മെയിനായിട്ട് ഹെയർ ഗ്രോത്തും പിന്നെ അതേപോലെ സ്കിന്നിന്റെ ആണ് എനിക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൊളാജൻ എടുത്തത്. വെൽബീങ്ങിന്റെ വേറെയും കൊളാജൻ ഉണ്ട്, ഇപ്പം ഗ്ലൂട്ടാത്തയോൺ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേറെയും കൊളാജൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് എന്റെ ഹെയർ ഗ്രോത്തും സ്കിന്നും ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവരുടെ ബ്യൂട്ടി കൊളാജൻ എടുത്തത്. നൈക്കയുടെ ഈ ഒരു പേപ്പർ പാക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ നൈക്കയിൽ നിന്നല്ല, ഓൺലൈനിൽ എന്ത് പ്രോഡക്ട്സ് മേടിക്കുമ്പോഴും എസ്പെഷ്യലി മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ ഒരു ബബിൾ റാപ്പ് ചെയ്തിട്ടായിരുന്നു തരാറ്. പക്ഷെ ഇപ്പൊ പ്ലാസ്റ്റിക് ഒന്നും പാടില്ലല്ലോ, അതുകൊണ്ടാന്ന് തോന്നുന്നു പേപ്പറിനെ കൊണ്ട് അവർ ഇങ്ങനത്തെ രീതിയിൽ റാപ്പ് ചെയ്യുന്നു. അടുത്തത് വന്നത് ഷുഗറിന്റെ 2 ലിപ്സ്റ്റിക് ആണ്. ഷുഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രാൻഡാണ് ഷുഗർ. അത് മാത്രമല്ല, ഷുഗറിന്റെ പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ലിപ്സ്റ്റിക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ പിഗ്മെന്റേഷനും അടിപൊളിയാണ്. പിന്നെ അതേപോലെ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണ് ഷുഗറിന്റെ. കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കെ ബ്യൂട്ടീനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷുഗറിന്റെ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. മേക്കപ്പ് പ്രോഡക്ട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ലിപ്സ്റ്റിക്കും കാജലും ആണ്. എപ്പോഴും ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു മേക്കപ്പ് പ്രോഡക്റ്റും ലിപ്സ്റ്റിക് ആണ്. കാജൽ പിന്നെ നമുക്ക് അങ്ങനെ എപ്പോഴും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യാറ്. എന്റെ കയ്യിൽ അങ്ങനെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓപ്പൺ ചെയ്യാം. ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വരുന്നത് കോഫി ക്രീസ് ആണ്. ഷെയ്ഡ് നമ്പർ വരുന്നത് 08 ആണ്. നെക്സ്റ്റ് ഞാൻ എടുത്ത ലിപ്സ്റ്റിക്ക് റൂബി റെഡ് ആണ്. 07 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റെഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കറക്റ്റ് റെഡ് കളറാണ്. ബ്ലഡിന്റെയും അതേപോലെ മുളകിന്റെ ഒക്കെ വരുന്ന കറക്റ്റ് റെഡ് കളറാണ്. മോക്സിയുടെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂസും റീൽസ് എല്ലാം കണ്ടിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇത് ആക്ച്വലി നമ്മുടെ ബേബി ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ ഒത്തിരി പേര് ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോ ഭയങ്കര പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറെ ബേബി ഹെയർസ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഒത്തിരി ബേബി ഹെയർസ് ഉണ്ട്. അപ്പൊ ആ ബേബി ഹെയർസ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കും. ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് തോന്നുകയില്ല. ഇത് നമുക്ക് മസ്കാര പോലെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് പോലെയൊക്കെയാണ് തോന്നുന്നത്. മസ്കാര മാതിരിയാണ് കേട്ടോ ഇതുള്ള. നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കും. നെക്സ്റ്റ് ബോക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ, മിനിമലിസ്റ്റിന്റെ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറും കൂടിയാണ്. അപ്പം ഇതാണ് എന്റെ മോയ്സ്ചറൈസർ വരുന്നത്. അപ്പൊ വൈറ്റമിൻ സിയുടെ ഫേസ് സിറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ വരുന്ന സാധനങ്ങളാണ്. ഇത് പിന്നെ ഒരു ചെറിയ ഹെയർ ഷാമ്പു ആണ് കേട്ടോ. ഈ 2 പ്രോഡക്ട്സ് ഞാൻ മേടിച്ചപ്പം അതിന്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് ഹെയർ ഷാമ്പു. ഒത്തിരി ആൾക്കാരുടെ റിവ്യൂസിലും വ്ളോഗ്സിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മിനിമലിസ്റ്റ് നല്ലൊരു ബ്രാൻഡാണെന്ന്. അപ്പൊ ഞാനിപ്പോ ഈ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ആണ് ട്രൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ, ഫേസ് സിറം, പിന്നെ അതേപോലെ ക്ലെൻസർ എല്ലാം ഞാൻ മിനിമലിസ്റ്റിന്റെ ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് എന്താന്നുള്ളത് ഞാൻ അടുത്ത വ്ളോഗ്സിൽ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ ബിഗ് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ അകത്ത് എന്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. പ്ലമ്മിന്റെ പ്രോഡക്ട്സ് ആണ് ഞാൻ കൂടുതലും ഓർഡർ ചെയ്തത്.
ഇതിലും ലിപ്സ്റ്റിക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും നൈക്കീന്ന് ഞാൻ എന്ത് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിലും അതിന്റെ കൂടെ 1-2 ലിപ്സ്റ്റിക് ഞാൻ എന്തായാലും ഓർഡർ ചെയ്യും. കാരണം എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ എപ്പോഴും അതിപ്പോ ഞാനിപ്പോ ഒരു ഷവർ ജെല്ല് 1-2 ഓർഡർ ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ ആണെങ്കിൽ ഞാൻ 2 ലിപ്സ്റ്റിക് ഓർഡർ ചെയ്യും. അല്ലെങ്കിൽ ഞാനിപ്പോ വേറെ എന്തെങ്കിലും പെർഫ്യൂംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ അതെന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ ഞാൻ ലിപ്സ്റ്റിക് ഓർഡർ ചെയ്യും. കാരണം എനിക്ക് ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലെ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ റീസെന്റ് ആണ് പ്ലംബിന്റെ ഷവർ ജെല്ലും പിന്നെ അതേപോലെ പെർഫ്യൂംസും എല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് മൈഗ്രെയിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാ പെർഫ്യൂംസോ അല്ലെങ്കിൽ ഇപ്പം എല്ലാ ടൈപ്പ് ഓഫ് ഷവർ ജെൽസ് ഒന്നും എനിക്ക് പറ്റത്തില്ല. കാരണം ചില സ്മെല്ല് എനിക്ക് വല്ലാതെ ട്രിഗർ ആവും. അപ്പൊ എനിക്ക് വല്ലാതെ മൈഗ്രെയിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പൊ റീസെന്റ് ആണ് ഞാൻ പ്ലംബിന്റേത് ട്രൈ ചെയ്തത്. ഇനീഷ്യൽ ടൈമിൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ബോഡി ഷോപ്പിന്റെ ഷവർ ജെല്ലും പെർഫ്യൂംസും ഒക്കെയാണ്. ബോഡി ഷോപ്പ് പിന്നെ ഒരു വീഗൻ ബ്രാൻഡും കൂടിയാണ്. പിന്നെ പോലത്തെ കുറച്ച് എക്സ്പെൻസീവും ആണ് ബോഡി ഷോപ്പ്. അത് കഴിഞ്ഞിട്ട് കാരണം നമ്മൾ എപ്പോഴും ഒരേ ബ്രാൻഡ് തന്നെ യൂസ് ചെയ്ത് നമുക്കൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡുകളും നമ്മളൊന്ന് ട്രൈ ചെയ്യണമല്ലോ. പക്ഷെ ഈ മൈഗ്രെയിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാനും പറ്റത്തില്ല. കാരണം ചിലതിന്റെ സ്മെല്ലൊന്നും എനിക്ക് പറ്റത്തില്ല. പ്ലമ്മിന്റെ നല്ല അടിപൊളി ബോഡി വാഷ് ആണ് ഇത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഭയങ്കര എന്താ പറയാ, ഒരു വളരെ സ്മൂത്തിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന്റെ. ഇത് വാനിലയാണ് ഇതിന്റെ ഫ്ലേവർ വരുന്നത്. വേറെയും ഷവർ ജെൽസ് ഒക്കെ ഉണ്ട് പ്ലമ്മിന്റെ, സ്ട്രോബെറി പിന്നെ അതേപോലെ ലാവെൻഡർ, വേറെയും പല ഫ്ലേവർ ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഈ വാനില ബോഡി വാഷ് ആണ്. ഈ ഷവർ ജെല്ലിന്റെ ടെക്സ്ചർ വരുന്നത് ലോഷൻ പോലെയാണ്. നമുക്കൊരു ക്രീം നമ്മുടെ ദേഹത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ രീതിയിലാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. പക്ഷെ അടിപൊളി സ്മെല്ലാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ റൂമാണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇതിന്റെ ഒരു സ്മെല്ലായിരിക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ലോഷനോ ക്രീമോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് മാത്രം മതി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് 600 റുപ്പീസേ വരുന്നുള്ളൂ ഇതിന്. ഇത് പ്ലമ്മിന്റെ ബോഡി മിസ്റ്റ് ആണ്, പെർഫ്യൂം അല്ല. മൈഗ്രെയിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഒന്നും പറ്റത്തില്ല. ഇതിന്റെ ഫ്ലേവർ വരുന്നത് വാനിലയാണ്. പ്ലമ്മിന്റെ ഈ 2 പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തപ്പം എനിക്ക് അവരുടെ വേറൊരു ബോഡി മിസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതും ബോഡി മിസ്റ്റ് തന്നെയാണ്. മൂൺ കിസ്ഡ് ഡ്രാമ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇത് ഷെയ്ഡ് വരുന്നത് ടെറാക്കോട്ടയാണ്. ഇത് ഓൾറെഡി എന്റെ കയ്യിൽ ഈ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പം അത് തീർന്നു പോയി. അപ്പൊ ഞാൻ ഒന്നുകൂടി അതേ ഷെയ്ഡ് തന്നെ ഓർഡർ ചെയ്താണ്. ഒരു പീച്ച് കളർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഗോവയിൽ പോയ സമയത്ത് യൂസ് ചെയ്തൊരു ലിപ്സ്റ്റിക് ആയിരുന്നു ഷുഗറിന്റെ ഫ്ലമിംഗോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഈ ഒരു ലിപ്സ്റ്റിക്, മാറ്റ് ഫിനിഷിംഗ് വരുന്ന. അന്ന് എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി പേര് സ്റ്റോറീസിന് റിപ്ലൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാ ലിപ്സ്റ്റിക് എന്നുള്ളത്. സോ ആ ലിപ്സ്റ്റിക് തീർന്നു. അത് ഞാൻ ഉപയോഗിച്ച് ഫുള്ള് തീർത്തു. ഇത് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഫ്ലെമിംഗോ ആണ്. നമ്പർ വരുന്നത് 15 ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ല ബ്രൈറ്റ് പിങ്ക് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ബ്രൈറ്റ് പിങ്ക് ആയിട്ടുള്ള ലിപ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ലിപ്സ്റ്റിക് ട്രൈ ചെയ്യേണ്ടതാണ്. നല്ല പിങ്ക് ആണ്. നമുക്കിത് വേണമെങ്കിലും ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം. പിങ്ക് കളറാണ്. കുറെ ആയി ഞാൻ ഈ ഒരു ബ്ലൂ കളറ് കാജല് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തവണ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഓർഡർ ചെയ്യും. ലാസ്റ്റ് വരുന്നത് വീണ്ടും ലിപ്സ്റ്റിക് ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കാണിച്ച പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് ആണ് ഉള്ളത് എന്നുള്ളത്. ഇതൊരു പെണ്ണ് പോലെ കേട്ടോ കാണാൻ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഒരു റെഡ് കളറാണ്. പിന്നെ നെക്സ്റ്റ് നമ്മള് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ചോക്ലേറ്റ്, ഒരു പിങ്കിഷ് റെഡ് കളറാണ്. പിന്നെ നമ്മളിത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു റെഡാണ്. പലതരം റെഡുകളാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വേറൊരു റെഡാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഒരു റെഡും പിങ്കും പോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുക. സോ നൈക്കയുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നൈക്കയുടെ വെബ്സൈറ്റ് നൈക്ക ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് സഞ്ജന സൈനിങ് ഓഫ്.